വെറുതെ നീ അനാവശ്യം കാണിക്കരുത്. അത് പറയാ നീ ആരാ? നീ വെറുതെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ വരരുത്. ഇതെങ്ങനെ നിന്റെ പേഴ്സണൽ കാര്യമാവുന്നേ? ആ താരയുടെ സ്വഭാവം എന്താന്ന് നിനക്കറിയില്ലേ? ഒരവസരം കിട്ടിയാ അവർ ഈ കുടുംബത്തിലുള്ളവരെ തരം താഴ്ത്തി കെട്ടാനും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് നീ കാണുന്നതല്ലേ? അങ്ങനെയുള്ള ഒരുത്തിയുടെ കമ്പനിയിലാണോ നീ ജോലി ചെയ്യാൻ പോകുന്നേ? അവരുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നോക്കുന്ന എന്തിനാ? ഞാൻ എന്റെ ജോലി ചെയ്താ പോരെ? നീ പറയുന്ന കേട്ടാ ഞാൻ ജോലിക്കൊന്നും പോവാതെ ഈ വീട്ടിൽ തന്നെ അടയിരിക്കണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ ജോലിക്ക് പോണ്ടെന്നൊന്നും നിന്നോട് ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. നീ വെറുതെ വീട്ടിലിരിക്കണ്ടെന്ന് കരുതിയല്ലേ പൂർണിമേച്ച് നിന്നെ ഓഫീസിൽ കൊണ്ടുപോയതും ജോലി തന്നതും ഒക്കെ. ഇനി നീ നിന്റെ കഴിവിന് കിട്ടുന്ന ജോലിയെ ചെയ്യുന്ന ഭാഷയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി വാങ്ങിക്ക്. ആ താര നിനക്ക് ജോലി തരുന്നത് എന്തിനാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അവർക്ക് പൂർണിമേച്ചയെ തോൽപ്പിക്കണം. അതിനു വേണ്ടിയാ അവര് നിന്നെ കരുവാക്കുന്നത്. നിർത്തടി. നീ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ മോൾക്ക് ഒരു കഴിവുമില്ലെന്നോ? ഇവിടെ ഇത്രയൊക്കെ സംസാരം ഉണ്ടാവാൻ അക്ഷിത എന്ത് തെറ്റാ ചെയ്തേ? ഇവളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് ഒരു നല്ല ജോലി കിട്ടിയാ അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് പൂർണിമയ്ക്ക് അറിയാം. അതുകൊണ്ടാ പൂർണിമ ഒന്നും പറയാതെ നിൽക്കുന്നേ. അതിനിടെ കയറി അധികാരം കാണിക്കാൻ നീ ആരാടി? അമ്മയ്ക്ക് ഇതൊരൊന്നും മനസ്സിലായില്ലേ? ഇവക്ക് അസൂയ. അത് കൂടിയിട്ടാണ് പൃഥ്വി എന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഇവളും ഒരു കള്ളക്കല്യാണം നടത്തി ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത്. ഇപ്പൊ എനിക്കൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടിയെന്ന് കണ്ടപ്പോ അതെങ്ങനെങ്കിലും തട്ടിക്കളയണം. അതിനാ ഇവളി നാടകമൊക്കെ കളിക്കുന്നേ. വേണ്ട ഷിതേ, നീ ചെയ്ത തെറ്റ് മറക്കാൻ നീ വെറുതെ എന്നെ പഴി പറയാൻ നിൽക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. നിർത്തടേ. നീ കുറെ നേരമായല്ലോ ചെലക്കുന്നു. താര ഈ കുടുംബത്തോടെ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നേ? ബിസിനസ് ആവുമ്പോ മത്സരവും പ്രൊഫഷണൽ ജലസിയും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഒരു തെറ്റുമല്ല. മത്സരം ഉണ്ടെങ്കിലേ കമ്പനികൾ വളരൂ. താര നമ്മുടെ ചാനലിനോട് മത്സരിക്കുന്നു കരുതി അവിടെ ആരും ജോലി ചെയ്യാതിരിക്കുന്നൊന്നുമില്ലല്ലോ. പൂർണിമ ചേച്ചിയുടെ ഭർത്താവായിരുന്ന സഞ്ജയ് ചേട്ടൻ വരെ അവിടെയാ വർക്ക് ചെയ്യുന്നേ. ആവശ്യമില്ലാത്ത സംസാരം ഇവിടെ വേണ്ട അക്ഷിതേ. നീ പോടി. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിങ്ങളുടെയൊക്കെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ദുർഗ, ഇവിടെ ആരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. ആരും കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റാത്ത കൊച്ചുകുട്ടികളുമല്ല. അവരവരുടെ ഇഷ്ടത്തിന് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ആരും ആരെയും തടയാൻ നിൽക്കണ്ട.